കേരളക്കര ആകെ പിടിച്ചുകുലുക്കിയ ഒരു കൊലക്കേസായിരുന്നു രാജൻ കൊലക്കേസ്. കരുണാകരൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാൻ വരെ കാരണമായ ഒരു കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കസ്റ്റഡി മരണമായിരുന്നു രാജൻ്റെ. കോഴിക്കോട് റീജിയണൽ കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥി എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന രാജൻ അടിയന്തരാവസ്ഥ കാലത്ത് ആളുമാറി അറസ്റ്റാവുകയും പിന്നീട് കസ്റ്റഡിയിൽ വെച്ച് കൊല ചെയ്യപ്പെടുകയും ഉണ്ടായ രാജൻ കൊലക്കേസ് കേരളം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞ് ഈശ്വരവാര്യർ, പ്രൊഫസർ TV ഈശ്വരവാര്യർ തൻ്റെ സ്വന്തം മകനെക്കുറിച്ച്, രാജനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അടിയന്തരാവസ്ഥക്കാലവും കേസുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം രചിക്കുകയുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുകയായിരുന്നു. ഒരച്ഛൻ തൻ്റെ മകനെ ഓർക്കുമ്പോൾ അനീതിയുടെയും അഹിംസയുടെയും കണക്കുകളാണ് ഇതിൽ മൊത്തം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഭരണകൂട രാഷ്ട്രീയത്തിൻ്റെ നീചാളന്മാരായ പോലീസ് പ്രവർത്തകരുടെയും ചതിയന്മാരുടെയും ഒക്കെ വളരെ വിശാലമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവ കഥയാണ് ഇത്. ഒരിക്കലും കണ്ണു നിറയാതെ നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചു തീർക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിൻ്റെ ആരോടും പകയില്ല എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററിൽ അദ്ദേഹം കുറിക്കുന്ന ചില വാചകങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത്. രാജൻ നന്നായി പാടുമായിരുന്നു, അവൻ്റെ അമ്മ പറയുമ്പോഴൊക്കെ പാടുമായിരുന്നുള്ളൂ എന്ന് ഞാൻ എഴുതിയപ്പോൾ എൻ്റെ പെൺകുട്ടികൾ പിണങ്ങി. രാജൻ അവർക്ക് വേണ്ടിയും പാടിയിരുന്നു അത്രേ. എനിക്ക് വേണ്ടി മാത്രം അവൻ പാടിയില്ല. അവൻ്റെ പാട്ട് കേൾക്കാൻ എനിക്ക് സമയമുണ്ടായില്ല. അതുകൊണ്ട് മോശമായി റെക്കോർഡ് ചെയ്യപ്പെട്ട തൻ്റെ പാട്ടുകൾ മരണം വരെ അച്ഛൻ കേട്ടിരിക്കണമെന്ന് അവൻ നിശ്ചയിച്ചു കാണണം. രാജാ, നീ ജീവിച്ചിരുന്നപ്പോൾ നീ പാടിയ ഞാൻ കേൾക്കാതെ പോയ പാട്ടുകൾക്ക് എന്തൊരു വിഷാദവിജ്ഞയാണ്. മരണം ഉപാസിക്കുന്ന എന്തോ ഒന്ന് ഞാനിന്ന് അതിൽ കണ്ടെത്തുകയാണ്. ജീവിതത്തെ നീ എത്ര കണ്ട് പുറത്തിരുന്നുവോ കുഞ്ഞേ. മഴ പൊഴിയുന്ന ഈ രാത്രിയിൽ ഞാൻ അവൻ്റെ കാസറ്റിലാക്കിയ പാട്ടു വയ്ക്കുന്നു. മൂളുന്ന ടേപ്പ് റെക്കോർഡിനൊപ്പം കളഞ്ഞുപോയ ഒരു ശബ്ദബീജിയെ ഞാൻ തൊട്ടടുക്കൽ ശ്രമിക്കുകയാണ്. പരുക്കനായ ഒരച്ഛനായ അതുകൊണ്ട് മാത്രം ഞാൻ കേൾക്കാതെ പോയ പാട്ടുകൾ കൊണ്ട് എൻ്റെ ഭൂമി നിറയുകയാണ്. പുറത്ത് മഴ നനഞ്ഞു എൻ്റെ മകൻ നിൽക്കുന്നു. ഞാൻ വാതിലടയ്ക്കുന്നതേയില്ല. പെരുമഴ എന്നിലേക്ക് പെയ്തു വീഴട്ടെ. ഒരു കാലത്തും വാതിലുകൾ താഴിടാനാവാത്ത ഒരച്ഛനെ അദൃശ്യനായ എൻ്റെ മകനെയെങ്കിലും അറിയട്ടെ. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം തൻ്റെ കുഞ്ഞിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സ്വന്തം മകനെ കാണാതെ, എവിടെയാണെന്നറിയാതെ, ഒരസ്ഥി പോലും കിട്ടാതെ ഒരച്ഛൻ നടത്തിയ അലച്ചിലുകളുടെ കഥയാണ് ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബുക്ക് പറ്റുമെങ്കിൽ വായിക്കണം. ഒരച്ഛൻ്റെ സങ്കടവും സ്നേഹവും അദ്ദേഹത്തിൻ്റെ ലാളനവും ഒക്കെ ഈ പുസ്തകത്തിലൂടെ നമ്മൾക്ക് കാണാം.